ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന പട്ടികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലോ ഫ്ലാറ്റിലോ നിങ്ങൾക്ക് പട്ടികളെ വളർത്താം. മാക്സിമം 2 പട്ടികളെ നമുക്ക് വളർത്താം. ഈ 2 പട്ടികളെ വളർത്തുമ്പോൾ കോർപ്പറേഷനിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ അതിന് ലൈസൻസ് എടുത്തിരിക്കണം, നിർബന്ധമാണ്. നിങ്ങളുടെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനോ നിങ്ങൾ പട്ടിയെ വളർത്തുന്നതിന് എതിർക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ 2 പട്ടികളെ വളർത്താം, സബ്ജക്റ്റ് ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ നിന്ന് നിങ്ങൾ പട്ടിയെ വളർത്തുന്നുള്ള ലൈസൻസ് എടുക്കണം. പിന്നെ അതിന് വാക്സിനേഷൻ എടുക്കണം, റാബീസിന് അഗേൻസ്റ്റ് വാക്സിനേഷൻ എടുക്കണം. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. കാലാകാലങ്ങളിൽ എടുക്കേണ്ടതായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാക്സിനേഷനും എടുത്തിരിക്കണം. മൈക്രോ ചിപ്പ് ചെയ്തിരിക്കണം. അതിലെല്ലാ ഡീറ്റെയിൽസും സ്കാൻ ചെയ്ത് എല്ലാ നിങ്ങൾക്ക് പട്ടി കളവ് പോയാൽ പോലും അല്ലെങ്കിൽ പുറത്തേക്ക് പോയാൽ പോലും കണ്ടുപിടിക്കാൻ സംവിധാനത്തിലുണ്ടാവും. മൈക്രോ ചിപ്പ് നിർബന്ധമാണ്. നിങ്ങൾ കെ മാർട്ട് വഴിക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ, പിന്നെ നിങ്ങൾ പട്ടിയെ കൊണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് കറങ്ങാൻ പോവുകയാണെങ്കിൽ പട്ടി വല്ല വേസ്റ്റ് റോഡിലിട്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയേണ്ട ഉത്തരവാദിത്വം കൂടെ ഈ പറയുന്ന നിങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലൈസൻസ് എടുക്കുക, വാക്സിനേഷൻ എടുക്കുക, മൈക്രോ ചിപ്പ് ഘടിപ്പിക്കുക, റോഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ വേസ്റ്റ് വീണെങ്കിൽ വേസ്റ്റ് നിങ്ങൾക്ക് എടുക്കുക. ഇത് എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഫൈനുണ്ട്. മാത്രമല്ല ഈ ഡോഗിനെ അവർ സീസ് ചെയ്യുകയും ചെയ്യും, പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, ഫൈൻ അടപ്പിക്കേണ്ടിയും വരും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.